ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ കവചം ഒരുക്കുമോ? ബംഗ്ലാദേശ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിട്ടുകൊടുക്കണമെന്നുള്ളത്. ആ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വരും. എങ്ങനെയാണ് ഷെയ്ഖ് ഹസീന എന്ന വ്യക്തിയെ കാണേണ്ടത് എന്നതാണ് പ്രധാന ആംഗിൾ. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ രാഷ്ട്ര പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ മകളാണ്. അപ്പം ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ടുള്ള പ്രധാനപ്പെട്ട വൈകാരിക അടുപ്പം അത് അവാമി പാർട്ടിയുടെ നേതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനിലൂടെയാണ്. റഹ്മാൻ്റെ പ്രാദേശിക സേനാ വിഭാഗങ്ങളും ഇന്ത്യൻ സേനയും എല്ലാം ചേർന്നാണ് പാകിസ്ഥാൻ്റെ മേധാവിത്വത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും പീഡനത്തിൽ നിന്നും ബംഗ്ലാദേശിനെ മോചിപ്പിച്ചത്. അപ്പോൾ ആ ഫാമിലിയുമായി ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ കുടുംബവുമായി വളരെ വൈകാരികമായ ഒരു ബന്ധമുണ്ട്. ആദ്യമായിട്ടല്ല ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ പ്രവാസത്തിൽ കഴിയുന്നത്. മുൻപും 1971 അധികാരം ഏറ്റെടുത്ത ഷെയ്ഖ് മുജീബുർ റഹ്മാൻ 1975 വധിക്കപ്പെടുകയാണ്. ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെടെ ഷെയ്ഖ് ഹസീനയുടെ 2 ബ്രദേഴ്സ്, മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാം വധിക്കപ്പെട്ടു. വിദേശത്തായിരുന്നതുകൊണ്ട് മാത്രമാണ് ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇന്ത്യ അതിനെ കാണുന്നത് തികച്ചും ഒരു രാഷ്ട്രാന്തര ബന്ധത്തിലെ ഒരു കണ്ണി എന്ന നിലയിലല്ല. അത് വ്യക്തിപരം. 2, ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണകൂടം, അതിനെ ഇന്ത്യ കാണുന്ന രീതി, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമല്ല ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉള്ളത്. അവിടെ മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഒരു സംവിധാനം. അദ്ദേഹം പ്രസിഡൻ്റല്ല, പ്രധാനമന്ത്രിയല്ല, സേനാനായകനല്ല, അദ്ദേഹം ഉപദേശകൻ മാത്രമാണ്. ഇടക്കാല സർക്കാരിൻ്റെ ഉപദേശകൻ, ചീഫ് അഡ്വൈസർ മാത്രമാണ്. നൊബേൽ ലോറിയറ്റ് കൂടിയായ, സമാധാന സമ്മാന ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനിസ്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ വാശി ഇതിന് പിന്നിലുണ്ട്. അദ്ദേഹം ഒരിക്കൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങിയതാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ. അത് വ്യക്തിപരമായി ഷെയ്ഖ് ഹസീന ആൻഡ് മുഹമ്മദ് യൂനുസുമായി ഒരു വൈജാത്യമുണ്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ നൽകുന്ന ഒരു സ്വാധീനം, ആ സ്വാധീനം കാരണമാണ് ഒരു ട്രൈബ്യൂണൽ അവിടെ രൂപീകരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയുടെ കാലം മുതലുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രതിയോഗികളെ വിചാരണ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്ന ഒരു ട്രൈബ്യൂണലാണ്. ക്രിമിനൽ ചാർജസ് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ട്രൈബ്യൂണലാണ്, ക്രൈം ഇൻ്റർനാഷണൽ ക്രിമിനൽ ട്രൈബ്യൂണൽ. അപ്പോൾ നമ്മൾ ഈ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും അന്താരാഷ്ട്ര കോടതിയോ മറ്റോ ആണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കോടതി എന്തെങ്കിലും സംവിധാനം അല്ല. തികച്ചും ബംഗ്ലാദേശിലെ ഭരണാധികാരികൾ 3 പേരടങ്ങുന്ന ഒരു ട്രൈബ്യൂണലിനെ ഉണ്ടാക്കുകയാണ്. എന്തിനാണ്? 5 ചാർജുകൾ, ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ 5 വ്യത്യസ്തമായ ചാർജുകൾ. അതൊന്നും തന്നെ പൊളിറ്റിക്കൽ ചാർജസ് അല്ല. അതിലൊന്ന് കൊലപാതകം, കൊള്ള, അതുമാത്രമല്ല ആളുകൾക്ക് നേരെ ബലപ്രയോഗം നടത്താനുള്ള ഉത്തരവിടുക. ഒരു എക്സിക്യൂട്ടീവിൻ്റെ നേതൃത്വത്തിൽ തീർച്ചയായും അങ്ങനെ ഉത്തരവുണ്ടാകുമല്ലോ. പ്രധാനമന്ത്രിയാകട്ടെ, ആഭ്യന്തരമന്ത്രിയാകട്ടെ, ക്രമസമാധാന നില പാലിക്കുന്നതിന് വേണ്ടി ഇട്ട ഉത്തരവുകൾക്ക് ഒരു വ്യക്തിപരമായ പരിപ്രേക്ഷ്യം ചാർജ് കൊടുക്കുകയാണ്. അങ്ങനെയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വധശിക്ഷയ്ക്ക് ട്രൈബ്യൂണലാൽ വിധിക്കപ്പെടുന്നത്. ഇന്ത്യ പറയുന്നത് എന്താണ്? ഇന്ത്യയോട് ആവശ്യപ്പെട്ടു, നിങ്ങളൊരു എക്സ്ട്രഡിഷൻ ട്രീറ്റി ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യ ബംഗ്ലാദേശ് കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള കരാർ, അതിനാണല്ലോ എക്സ്ട്രഡിഷൻ ട്രീറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് തന്നെ ഒപ്പുവെച്ച ഒരു ട്രീറ്റിയാണ്. അതായത് ബംഗ്ലാദേശിൽ കുറ്റകൃത്യങ്ങൾ നടത്തി ഇന്ത്യയിൽ കടന്നു വരുന്നവരും ഇന്ത്യയിൽ പിടികിട്ടാപ്പുള്ളികളായിരിക്കുന്നവർ ബംഗ്ലാദേശിൽ ജീവിക്കുന്നവരെയും പരസ്പരം കൈമാറ്റം ചെയ്യാനുള്ള കരാറാണ്. അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, രാഷ്ട്രീയ തടവുകാർക്ക് ഈ ട്രീറ്റി ബാധകം അല്ല. അപ്പോൾ ആ പ്രൊവിഷനെ മറികടക്കാനാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് രാഷ്ട്രീയ തടവുകാരി എന്ന നിലയിലല്ല ഷെയ്ഖ് ഹസീനയെ കാണുന്നത്. കുറ്റവാളി, മാനവരാശിക്കെതിരെ വലിയ ക്രൈം എഗൻസ്റ്റ് ഹ്യൂമാനിറ്റി, ഇതാണ് ചാർജ്. അങ്ങനെയെങ്കിൽ ഇന്ത്യ പറയുന്നു, അന്താരാഷ്ട്ര കോടതി, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഉണ്ടല്ലോ, ICC, ഹേഗ് ആസ്ഥാനമായ ആ കോടതിയിൽ വിചാരണ ചെയ്യൂ. അങ്ങനെയെങ്കിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയാൽ വിടാം. ഇതൊരു വ്യക്തിപരമായ കാരണം വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രേരണയാൽ ജമാഅത്തെ ഇസ്ലാമിയും അവിടുത്തെ പുതിയ പാർട്ടിയായ NCP, നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി, അത് പുതിയ യുവാക്കളെല്ലാം ചേർന്നുണ്ടാക്കിയ പ്രക്ഷോഭകാരികളായിരുന്ന വിദ്യാർത്ഥികളെല്ലാം കൂടെ ഫ്ലോട്ട് ചെയ്ത പാർട്ടിയാണ്. അവർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ. അവാമി ലീഗ് എന്ന പ്രധാന പാർട്ടി, ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയാണ് ബംഗ്ലാദേശ് അവാമി ലീഗ്. അവാമി ലീഗിനെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ എന്ത് പ്രക്രിയയാണ്? ഈ വരുന്ന ഫെബ്രുവരി 2026 ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അതൊരു പ്രഹസനമാവില്ലേ
അങ്ങനെ ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിലെ ജനതയല്ല തീരുമാനിച്ചിരിക്കുന്നത്. ജനതയുടെ പിൻബലം ഭരണകൂടത്തിന് ഇല്ല. അതുകൊണ്ട് ബംഗ്ലാദേശ് ജനതയോടാണ് ഇന്ത്യയുടെ ഐക്യദാർഢ്യം. ബംഗ്ലാദേശിന്റെ ജനാധിപത്യ പ്രക്രിയയോടാണ് ഇന്ത്യക്ക് കമ്മിറ്റ്മെന്റ്. ബംഗ്ലാദേശിന്റെ സമാധാനപരമായ ജീവിതത്തിന് ഭ്രംശം വരുന്ന ഒന്നും തന്നെ ഇന്ത്യ ചെയ്യില്ല. അതിനർത്ഥം ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുത്താൽ അതിനർത്ഥം ബംഗ്ലാദേശ് ഒരു വിശ്വാസ വഞ്ചന, തങ്ങളെ വിശ്വസിച്ച ഒരാളെ വഞ്ചിക്കുന്നു. അതാണ് ഒരു കാര്യം. ഇന്ത്യ സ്വാഗതം ചെയ്തത് കൊണ്ട് കൂടിയാണല്ലോ, ആതിഥ്യം അരളിയത് കൊണ്ട് കൂടിയാണല്ലോ ഷെയ്ഖ് ഹസീന ഇവിടെ ജീവിക്കുന്നത്. ദലൈലാമയെ നോക്കൂ. ചൈന അനഭിമതനായി കാണുന്ന ടിബറ്റൻ ആത്മീയ നേതാവ് എത്രയോ വർഷങ്ങളായി 1959 മുതൽ ഇത്ര പതിറ്റാണ്ടായി ഇന്ത്യയിൽ പ്രവാസത്തിലാണ്. ചൈനയ്ക്ക് വിട്ടുകൊടുത്തോ? ചൈന ഏത് നിമിഷവും ദലൈലാമയെ വിട്ടുകിട്ടാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ്. അപ്പം രാജ്യം ശക്തമോ ദുർബലമോ എന്നതല്ല, മറിച്ച് ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ്, ഹ്യൂമൻ റൈറ്റ്സ് റെക്കോർഡ് ആൻഡ് കമ്മിറ്റ്മെന്റ്. അതുകൊണ്ടാണ് ഇന്ത്യ അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരും. ന്യായമായ ഒരു വിചാരണ സംവിധാനം അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയുടെ കൂടി സാന്നിധ്യത്തോടെ നടന്നില്ല എങ്കിൽ ഒരു കാരണവശാലും ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് മുന്നിലേക്ക് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ഇട്ടുകൊടുക്കില്ല. അത് വ്യക്തം. ബംഗ്ലാദേശ് ഇപ്പോൾ പറഞ്ഞു, ഇന്ത്യയോട് മൃദു സമീപനം ഞങ്ങൾ സ്വീകരിക്കില്ല, കൂട്ടുവെട്ടും. അതാണ്, ആ രീതിയിലാണ് കൊച്ചുകുട്ടികളുടെ വർത്തമാനത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുമായി സൗഹൃദം ഉണ്ടാവില്ല. ആ സൗഹൃദം അങ്ങനെയുള്ള സൗഹൃദമല്ലല്ലോ വേണ്ടത്. പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിന് അടിസ്ഥാനത്തിലുള്ള സൗഹൃദമല്ലേ വേണ്ടത്. അതുകൊണ്ട് ഇന്ത്യ കാറ്റഗോറിക്കായി പറഞ്ഞു കഴിഞ്ഞു, സാധ്യമല്ല. പക്ഷേ ഏത് തരത്തിലായിരിക്കും പ്രതിരോധിച്ച് നിർത്തുക? എന്ത് ചെയ്യാനാവും? ഇന്ത്യയിൽ ഷെയ്ഖ് ഹസീന താമസിക്കുന്നു. 2024 ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 5 വരെ നടന്ന വലിയ അവിടുത്തെ വിപ്ലവം, ആഭ്യന്തരമായ വലിയ അപ്രൈസിംഗ്, വിദ്യാർത്ഥികൾ സംവരണത്തിനെതിരെ നടത്തിയ പ്രക്ഷോഭം, അത് കൈവിട്ടുപോയി. അതിൽ ഛിദ്രശക്തികൾ കടന്നുകൂടി. അങ്ങനെ ഭരണമാറ്റമുണ്ടായി. ഷെയ്ഖ് ഹസീനയ്ക്കും ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നു. ഇന്ത്യ സ്വാഗതമല്ലി. ആദ്യഘട്ടത്തിൽ ഷെയ്ഖ് ഹസീന ചില പ്രസ്താവനകളൊക്കെ നടത്തി. ബംഗ്ലാദേശ് ഗവൺമെന്റിനെതിരെയുള്ള പ്രസ്താവനകൾ നടത്തി. ബംഗ്ലാദേശ് അതിന്റെ നീരസം ഇന്ത്യ അറിയിച്ചു. ഷെയ്ഖ് ഹസീനയോട് ഇന്ത്യ ഗവൺമെന്റ് ആ കാര്യങ്ങൾ കൈമാറി. പിന്നീട് ഷെയ്ഖ് ഹസീന കാര്യമായി പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. അപ്പൊ ഈ വിധി വരാൻ പോകുന്നു. കഴിഞ്ഞ ഒരു മാസമായി വിചാരണയിലാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു സംവിധാനമാണ്. അപ്പൊ ഷെയ്ഖ് ഹസീനയ്ക്ക് അറിയാം, ഇതാണ് വിധി വരാൻ പോകുന്നത്. തന്നെ തൂക്കിക്കൊല്ലാനാണ് വിധിക്കാൻ പോകുന്നത്. ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ച കാര്യങ്ങളാണ്. അതറിയാം, ഷെയ്ഖ് ഹസീനയ്ക്ക് അറിയാം. അതുകൊണ്ട് ഷെയ്ഖ് ഹസീന അനവധി ഇന്റർവ്യൂകൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ കൊടുത്തു. അത് ബംഗ്ലാദേശിനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും ഇപ്പോൾ ഒരു ഹോക്കിഷ് സ്റ്റാൻഡിലേക്ക് വരികയും ചെയ്തു. ഇവിടെ ഒരു രാഷ്ട്രാന്തര നിറം കൂടി ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് കരുതാം. അമേരിക്ക എന്തുകൊണ്ട് സൈലൻ്റായി നിൽക്കുന്നു? മനുഷ്യാവകാശ വിഷയങ്ങളെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഒരു പ്രതികരണമില്ലേ? അപ്പോൾ അമേരിക്കയുടെ മൗന പിന്തുണ ബംഗ്ലാദേശിന്റെ ഭരണകൂടത്തിനുണ്ട് എന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നു. പാകിസ്ഥാന്റെ പിന്തുണ തീർച്ചയായും ബംഗ്ലാദേശിനുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ, അങ്ങനെ പാകിസ്ഥാനെയും ഇന്ത്യയും പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും 2 വശത്ത് പടിഞ്ഞാറ് കിഴക്കായി നിർത്തിക്കൊണ്ട് ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്താനാവുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് തൽക്കാലത്തേക്ക് ട്രംപിന്റെ അമേരിക്ക ചിന്തിക്കുന്നു. അതേസമയം ബംഗ്ലാദേശ് ഈ പുതിയ ഭരണകൂടത്തിന്റെ കീഴിൽ ഒരു വലിയ ചൈനീസ് സ്വാധീന മേഖലയായി മാറുന്നു എങ്കിൽ അമേരിക്ക ഏതെങ്കിലും രീതിയിലുള്ള മാറി ചിന്തിക്കലുകൾ നടത്തിയേക്കാൻ സാധ്യതയുണ്ട്. ആത്യന്തികമായി എനിക്ക് പറയാനുള്ളത്, അമേരിക്ക ആത്യന്തികമായി ഒരു ചൈനീസ് താല്പര്യങ്ങളുടെ പിന്നാലെ നിൽക്കില്ല. ഇപ്പോൾ ചൈനയുമായി വളരെ അടുത്ത് നിൽക്കുന്നു ബംഗ്ലാദേശ്, പാകിസ്ഥാനുമായി വളരെ അടുത്ത് നിൽക്കുന്നു. ആ സാഹചര്യം അമേരിക്ക ആത്യന്തികമായി ആഗ്രഹിക്കുന്നില്ല. തൽക്കാലത്തേക്ക് അവർ പറയുന്നത് ചെയ്യുന്ന ഒരു ഭരണകൂടം, ആ നിലയിൽ മുഹമ്മദ് യൂസഫ് സ്വീകാര്യനാണ്. പക്ഷെ ആ സാഹചര്യം മാറുന്നത് വരെ ഇന്ത്യക്ക് ഒരു ചെറിയ സമ്മർദ്ദം ഉണ്ട് എന്നതും സൈനികമായ സമ്മർദ്ദമല്ല. തൊട്ടടുത്ത് ഈ ശക്തികൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്, ഇതൊക്കെ ഒരു കാലത്ത് പാകിസ്ഥാൻ ഒഴിച്ച് മറ്റെല്ലാ രാജ്യങ്ങളും ഇന്ത്യയുമായി നല്ല സൗഹൃദം ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ്. ബംഗ്ലാദേശ് ആയിരുന്നു എക്കാലത്തെയും ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യം. പ്രത്യേകിച്ച് ഖലിദ സിയ ഭരിക്കുമ്പോൾ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. പക്ഷേ ഷെയ്ഖ് ഹസീന ഭരിക്കുമ്പോൾ നല്ല ബന്ധങ്ങളായിരുന്നു. അത് നഷ്ടപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ആത്യന്തികമായി ഇന്ത്യയുടെ പ്രതീക്ഷ ബംഗാളി ഭാഷ സംസാരിക്കുന്ന ബംഗ്ലാദേശിലെ ജനത ഇന്ത്യ വിരുദ്ധമാവില്ല എന്നൊരു പ്രതീക്ഷയാണ് ഇന്ത്യക്കുള്ളത്. അവരുടെ മനസ്സിനെ തിരിക്കാൻ ഇപ്പോഴത്തെ ഭരണകൂടവും ജമാഅത്തെ ഇസ്ലാമിയും ബാഹ്യശക്തികളും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ശക്തികൾ ശ്രമിക്കുന്നു. ആ ഒരു അസ്വാരസ്യം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ വലിയ രീതിയിലുള്ള പ്രസ്താവനകളിലേക്കൊന്നും നീക്കാത്തതും ബംഗ്ലാദേശിലെ ജനങ്ങളെ ഉറപ്പിക്കുന്ന തീരുമാനങ്ങളൊന്നും എടുക്കാത്തതും അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യക്ക് സുരക്ഷിതമായിട്ട്
കൊണ്ടുപോകാൻ പറ്റും. ഇന്ത്യക്ക് ഈ വിഷയം ഈ ഷെയ്ഖ് ഹസീനെ കുരുതി കൊടുക്കാൻ ഇന്ത്യ തയ്യാറാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഇന്ത്യയുടെ ക്രെഡിബിലിറ്റി വിൽ ബി ഇൻ ക്വസ്റ്റ്യൻ. കാരണം ഇന്ത്യ ആരെങ്ങനെ വിശ്വസിക്കും? ഏതെങ്കിലും ഒരു വ്യക്തി രാജ്യം വിശ്വസിക്കുമോ? പറയുന്ന വാക്കിന് ഉറപ്പുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന ഒരു ദൃഢനിശ്ചയം. അപ്പം അല്ലെങ്കിൽ തന്നെ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഡിസ്പ്ലേസ്ഡ് പോപ്പുലേഷനോടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യാവകാശ വിഷയങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിദേശ നയത്തിൻ്റെ കൂടെ ഭാഗമായിട്ട് നൽകപ്പെട്ട ഒരു പൊളിറ്റിക്കൽ അസൈലമാണിത്. വെറും മനുഷ്യാവകാശ വിഷയമല്ലത്, ഇത് പൊളിറ്റിക്കൽ അസൈലം. ഇന്ത്യ ചിന്തിച്ചുറപ്പിച്ച് തന്നെയല്ലേ അസൈലം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അഭയം തേടി വരുന്നവനെ ശത്രുവിൻ്റെ അല്ലെങ്കിൽ ആ പുലിമടയിലേക്ക് ഇറക്കി കൊടുക്കില്ല. അത് ചെയ്താൽ ഇന്ത്യക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാനാവില്ല. അന്താരാഷ്ട്ര സമൂഹത്തെ ഇന്ത്യ നയതന്ത്ര ഭാഷയിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടതാണ്. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്ന ഈ വിചാരണ ഒരു കാങ്കരു കോർട്ടാണ്, കങ്കാരു കോടതി എന്ന് പറയുന്ന ഒരു വ്യാജ വിചാരണ രീതിയാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് അവരുടെ ഭാഗം പറയാൻ കഴിഞ്ഞോ? അവരുടെ ഭാഗം വാദിക്കാൻ കഴിഞ്ഞെങ്കിലല്ലേ നീതിപൂർവമായ ഒരു വിധി പ്രഖ്യാപിക്കാൻ കഴിയൂ. ഇതെല്ലാം അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഈ വിചാരണ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കുക. ഇതാണ് ഇന്ത്യ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.